ഇപ്പോൾ 2026 വേൾഡ് കപ്പാണ് വരുന്നത്. നമുക്കറിയാം ആ ഒരു ഫോർമാറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. 48ഓളം ടീം 104ഓളം മാച്ചുകൾ കളിക്കും. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിലോട്ട് വരുമ്പം അങ്ങനൊരു ടഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്ന് പറയാനുണ്ടോ? കാരണം നമ്മളിപ്പം ഞാൻ ഒരു റീസെൻറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2022 നമ്മളൊരു ടഫ് ഗ്രൂപ്പ് കണ്ടു. ലൈക്ക് ആ ഒരു നെയിം സേക്കുള്ള ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ കണ്ടു. ലൈക്ക് ജർമ്മനി ഉണ്ടായിരുന്നു, സ്പെയിൻ ഉണ്ടായിരുന്നു, ജപ്പാൻ ഉണ്ടായിരുന്നു, കോസ്റ്റാറിക്ക ഉണ്ടായിരുന്നു. അതിന് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 2026 വേൾഡ് കപ്പിലോട്ട് വരുമ്പം അങ്ങനെ ഒരു ഡെത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ ഒരു വേൾഡ് കപ്പിലുണ്ടോ? വലിയ ടീമുകൾക്ക് ശരിക്കും ഇല്ല. പക്ഷേ 3 ഹോസ്റ്റ് നേഷൻ, ഇപ്പോൾ USA, മെക്സിക്കോ, കാനഡ, ഇവരുടെ 3 പേരുടെ ഗ്രൂപ്പിലും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല ആരാ ടോപ്പ് ആവുക. മറ്റേ ജർമ്മനി, ഫ്രാൻസിനൊക്കെ അവരുടെ ഗ്രൂപ്പിൽ 3 ശക്തമായ ടീമുണ്ട്. പക്ഷെ ഇപ്പോൾ പല ഗ്രൂപ്പിൽ നിന്നും 3 ടീം 32-ലെത്തും. പക്ഷെ അവിടെ വരാൻ പോണ പ്രശ്നം പലപ്പോഴും ഗ്രൂപ്പ് ടോപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള പാത വളരെ വിഷമമായിരിക്കും. എനിക്ക് തോന്നുന്നതേ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ടീമുകളുടെ എണ്ണം വേൾഡ് കപ്പിൽ കൂടി വരികയാണല്ലോ. അതനുസരിച്ച് ഈ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്നുള്ള സങ്കല്പം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആദ്യം 16 രാജ്യങ്ങളാകുമ്പോൾ 16 നല്ല രാജ്യങ്ങളാണ്, അതായത് നല്ല കോമ്പറ്റേറ്റീവ് രാജ്യങ്ങളാണ്. 32 ആയപ്പോൾ ഒന്നുകൂടിയും ചുരുങ്ങി, ഇപ്പോൾ 48 ആയപ്പോൾ ചുരുങ്ങി. ഇനി ടീം കൂട്ടിയാൽ ഇനിയും ഇതാവും. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഗ്രൂപ്പിൽ ടീമുകൾ അറേഞ്ച് ചെയ്യുന്നത്. എൻ്റെ ഒരു ലോജിക്ക് അങ്ങനെയാണല്ലോ. റാങ്കിങ് പണ്ടത്തെ പോലെ അങ്ങനെ തീരെ വീക്കായിട്ടുള്ള ടീംസും ഇല്ല. ഇപ്പം എല്ലാവരും ഇപ്പോൾ അങ്ങനെ പലരുടെയും ടോപ്പ് പ്ലേയേഴ്സൊക്കെ യൂറോപ്പിൽ തന്നെ കളിക്കണമായിരുന്നു. ഇപ്പോൾ കുറസാവിൻ്റെ ഒന്നും ആരും അവിടെ ജനിച്ച വളരെ ചുരുക്കം കളിക്കാരേ ഉള്ളൂ. അധികം പേരും നെതർലൻഡ്സിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളൊരു ടോപ്പ് ടീമുകളുണ്ടല്ലോ, ഇവരുടെയൊക്കെ പ്ലേയേഴ്സ് വലിയ ക്ലബ്ബുകളിലാണ് കൂടുതൽ കളിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ ചെറിയ ടീമുകൾ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടി പ്രിപ്പറേഷന് ടൈമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രാൻസിൻ്റെ ഒക്കെ കാര്യം നോക്കി കഴിഞ്ഞാൽ PSG ഒരു ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ജപ്പാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് നേരത്തെ ഒരുക്കം തുടങ്ങും. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടാവുന്നതാണ്. റിക്കവറി പീരീഡ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? റിക്കവറി പീരീഡ് മീൻസ് ഇവർ കൂടുതൽ ടീം എന്ന നിലയിൽ കുറച്ചും കൂടി സിങ്ക് ആയിരിക്കും. പിന്നെ പല രാജ്യങ്ങളിലും ലീഗ് ആകപ്പാടുള്ള കളികളും എണ്ണം കുറവാണ്. മറ്റേതിപ്പോൾ യൂറോപ്പിലത്തെ ടോപ്പ് കളിക്കാരെല്ലാവരും 60 കളിയൊക്കെ കളിച്ചിട്ടാണ് പലരും വന്നിട്ടുള്ളത്. യൂറോപ്പിലല്ല, സൗത്ത് അമേരിക്കയിലത്തെ ഏറ്റവും മികച്ച കളിക്കാരും യൂറോപ്പിലാണ് കളിക്കണം. ഈ 2 കോണ്ടിനെൻറ്റ്സ് എന്നുള്ള ടീമുകൾക്ക് ആ ഒരു ഫാറ്റീഗ് ഫാക്ടർ ഉണ്ട്. അത് പല ആഫ്രിക്കൻ അല്ലെങ്കിൽ ഏഷ്യൻ ടീംസിന് ഉണ്ടാവില്ല. അതിൽ നമ്മളെ ഈ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്ന് പറയുമ്പോൾ എന്നാൽ പോലും അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ പോലും വലിയ മത്സരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രസീലിന് ഉദാഹരണമാണ്. ബ്രസീലിന് ശരിക്കും മൊറോക്കോ ആണ് ഫസ്റ്റ് മാച്ച്. ഒരു ക്വാർട്ടറിൽ കളിക്കേണ്ട, മിനിമം ക്വാർട്ടറിൽ ഏറ്റുമുട്ടേണ്ട 2 ടീമുകളാണ്. അപ്പോൾ അതുപോലത്തെ ചാൻസുകൾ വേറെയും ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയാണ് മത്സരങ്ങൾ, അതുപോലെ വേറെയും മത്സരങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ നമ്മൾ ഈ സ്പെയിൻ, ജർമ്മനി, ഫ്രാൻസ് അങ്ങനത്തെ ബിഗ് നെയിംസിൽ നോക്കുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെനഗൽ, എനിക്ക് തോന്നുന്നു സെനഗൽ അങ്ങനെ ഭയങ്കര വേൾഡ് കപ്പിൽ ഭയങ്കര ബിഗ് നെയിം ആയിട്ടുള്ളൊരു കൺട്രി അല്ല സെനഗൽ. പക്ഷെ എന്നാൽ പോലും റീസെൻ്റ്ലി ആഫ്കോൺ കപ്പ് വരുന്നു, അതിൽ അവർ വിജയിക്കുന്നുണ്ട്. പിന്നെ ഒരു 3 മാസങ്ങൾക്ക് ശേഷമാണ് മൊറോക്കോ ആണ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രാൻസിൻ്റെ ഗ്രൂപ്പിൽ ഫ്രാൻസും സെനഗലും തമ്മിലുള്ള മത്സരം എത്രത്തോളം ആയിരിക്കും? അവരുടെ ആ ഒരു സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും? അല്ലെങ്കിലും വലിയ വാശിയുള്ള മത്സരമായിരിക്കും. 2002 സിഡാന്റെ ടീമിനെ തോൽപ്പിച്ചതാണ് സെനഗൽ. പിന്നെ അവർക്ക് ഇപ്പോൾ യൂറോപ്പിൽ തന്നെ പല ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കളിക്കാർ ഈ സെനഗലിനും ഐവറി കോസ്റ്റിനും കളിക്കണ കളിക്കാരാണ്. ഇപ്പോൾ ഐവറി കോസ്റ്റിൻ്റെ ഡിയമാൻ്റെ, എവർട്ടന് കളിക്കുന്ന എൻഡായെ, സെനഗലിൻ്റെ, ഇവരൊക്കെ എല്ലാ ക്ലബ്ബുകളും നോക്കണ കളിക്കാരാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്ന് പലർക്കും ഈ ലോകകപ്പ് ഒരു അവസരവും കൂടിയാണ്, ഒരു വലിയ ക്ലബിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരിത്. അപ്പോൾ അവർ ആ ഒരു വാശിയോടും കൂടി കളിക്കും. അല്ല, നമ്മൾ ഈ ഫ്രാൻസിൻ്റെ ഗ്രൂപ്പ് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ സെനഗലുണ്ട്, അതിനെക്കാളും വലിയൊരു ടീം അതിലുണ്ട്, നോർവേ ഉണ്ട്. നോർവേ എന്ന് പറയുന്നത് അവരുടെ 37 ഗോളും ഗോൾഡൻ ജനറേഷനാണ്. മാത്രമല്ല വൺ ഓഫ് ദ ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ ടീമാണ്. ഹാളൻഡ് ഉണ്ട്, ഒഡേഗാർഡ് ഉണ്ട്, ന്യൂസയാണ് ടൂർണമെന്റിലൊരു ബ്രേക്ക് ത്രൂ സ്റ്റാർ ആവാൻ സാധ്യതയുള്ള ഒരു കളിക്കാരൻ. പൊതുവേ നമ്മൾ പല വെബ്സൈറ്റുകളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ടൈറ്റ് ഗ്രൂപ്പായിട്ട് പറയുന്നത് ഫ്രാൻസിന്റെ ഗ്രൂപ്പ് തന്നെയാണ്. ഫ്രാൻസ്, സെനഗൽ, നോർവേ, ഇറാഖും പ്ലേ ഓഫ് ഒക്കെ ഇടുന്ന ടീമാണ്. എനിക്ക് തോന്നുന്നു ഇറാഖൊന്നും ഒരുപാട് ഗോളൊന്നും കൺസിഡർ ചെയ്യുന്ന ഒരു ടീമല്ല. അവരിങ്ങനെ പിടിച്ച് ഡിഫെൻസീവായി കളിക്കും. ഇറാനൊക്കെ പോലെ തന്നെ ആവാൻ സാധ്യത. ജർമ്മനിക്കും അതെ, ജർമ്മനിയുടെ ഗ്രൂപ്പിൽ ഐവറി കോസ്റ്റ് ഉണ്ട്, എക്വഡോർ 5 ഗോളാണ് വഴങ്ങിയത് 18 ക്വാളിഫയിങ് മാച്ചിൽ. അവർക്കുള്ള പ്രശ്നം ഗോൾ അടിക്കാറില്ല.
അതാണ്. പക്ഷെ അങ്ങനത്തെ ടീമിനെ തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇക്വഡോർ ഒരു ഡാർക്ക് ഹോഴ്സ് ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ടീമാണെന്ന് തോന്നുന്നില്ലേ സാറിന്? എന്താണ് തോന്നുന്നത്? ജയിക്കാൻ സാധ്യത എന്താ വെച്ചാൽ ഗോൾ അടിക്കാതെ നമുക്കൊരു ടൂർണമെന്റ് ജയിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാം ഷൂട്ട് ഔട്ട് പോയി ജയിക്കണം. അത് 8 മാച്ചൊന്നും അങ്ങനെ ജയിക്കാൻ പറ്റും തോന്നുന്നില്ല. പക്ഷേ ഏത് ടീമിനെ അട്ടിമറിക്കാൻ കഴിവുള്ളൊരു ടീമാണ് എക്വഡോർ, പാരഗ്വേ, അങ്ങനെ കുറേ നല്ല ഡിഫെൻസീവ് ടീംസ് ഉണ്ട്. അതിൽ നൂറ പിന്നെ അർജന്റീനക്കും നമ്മൾ പൊതുവേ വലിയ ടീമില്ല നോക്കിയിട്ട്, അതായത് 2018 ക്രൊയേഷ്യ ഉണ്ടായിരുന്നു, 2006 നെതർലൻഡ്സ് അർജന്റീന ഗ്രൂപ്പ്. അങ്ങനെ നോക്കുമ്പോൾ അർജന്റീനക്ക് അത്ര ടൈറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പോലും നല്ല ടീമാണ്. പക്ഷെ എന്നാൽ കൂടെ ഓസ്ട്രിയ നമുക്കറിയാം, റാഗ്നിക്കിൻ്റെ ഉള്ള ഒരു ഗഗൻ പ്രസിംഗ് ഇവോൾവ് ചെയ്തൊരു കോച്ചാണ് റാഗ്നിക് എന്ന് പറയുന്നത്. ഇപ്പം ക്ലോപ്പും അവരൊക്കെ ഭയങ്കര റോൾ മോഡലായി കാണുന്ന കോച്ചാണ്. അപ്പോൾ മൊത്തത്തിൽ ഓസ്ട്രിയൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെ ആൾ മാറ്റിയെടുത്തിട്ടുണ്ട്. 2022 ആൾ വന്നു. അർജന്റീന സ്ഥിരം സ്ട്രഗിൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ ടീംസിനെതിരെ പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ്. ഓസ്ട്രിയൻ, സ്വിറ്റ്സർലൻഡും ഇത്തവണ ഡാർക്ക് ഹൗസസ് ആണ്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കളിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ വളരെ ഹാർഡ് പ്രസ്സിങ് ആയിട്ടുള്ള 2 ടീംസാണ്. അവർക്ക് നല്ല കളിക്കാരുണ്ട്. അല്ലെങ്കിൽ ഓസ്ട്രിയൻ്റെ കാര്യം പറയുമ്പോൾ ഓർമ്മ വരുന്നത്, കഴിഞ്ഞ യൂറോയിൽ പിന്നെ ഓസ്ട്രിയ, ഫ്രാൻസ് ഒക്കെ ഒരു ഗ്രൂപ്പായെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് ഓസ്ട്രിയ ആയിരുന്നു ആ ഗ്രൂപ്പിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് നടത്തിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. നല്ല ഈ ഫ്രാൻസിനോടും നെതർലാൻഡ്സ് ആണ് ഏതൊരു മികച്ചൊരു ടീം കൂടി ഉണ്ടായിരുന്നു. ഇവരോട് നല്ല രീതിയിൽ കളിച്ചൊരു ടീമാണ്. പ്രത്യേകിച്ച് ഈ റാഗ്നിക് എന്ന് പറയുന്നത് ഒരു എലൈറ്റ് ലെവൽ കോച്ചാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നാണ് പിന്നെ അദ്ദേഹം അങ്ങോട്ട് പോകുന്നത്. നല്ല സ്പീഡുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ബിഗ് നെയിംസ് മാറ്റി വെക്കാം. അതായത് ഫ്രാൻസ്, സ്പെയിന്, ജർമ്മനി അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ, ഐ മീൻ ടീംസ് ഉണ്ടല്ലോ, അതായത് ഇക്വഡോർ പറഞ്ഞു, നമ്മൾ ഈവൻ കുറോസോവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ വേറെ കുറേ ടീമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ആഫ്രിക്കൻ ടീംസിനെ എടുക്കാം, സെനഗൽ, മൊറോക്കോ, ഇങ്ങനത്തെ ടീംസിനൊക്കെ എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു നോക്കൗട്ട് സ്റ്റേജിലേക്ക്, അതായത് റൗണ്ട് ഓഫ് 32 മറികടന്ന് പിന്നെ പ്രീ ക്വാർട്ടറും കടന്ന് ആ ഒരു ക്വാർട്ടർ ഫൈനൽസ് വരെ എത്താൻ കപ്പാസിറ്റി ഉള്ള ടീംസ് ഏതൊക്കെയായിരിക്കും? ഈ സാധാരണത്തെ ബിഗ് ടീംസ് അല്ലാത്ത ഐവറി കോസ്റ്റ് ഉറപ്പായിട്ട് ഞാൻ നോക്കുന്ന ഒരു ടീമാണ്. എന്ന് വെച്ചാൽ അവർക്ക് അത്രയും അറ്റാക്കിങ്, ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അമാദായാലും ഡിയോമാൻ്റെ എല്ലാ വലിയ ക്ലബും PSG തുടങ്ങിയിട്ട് എല്ലാവരും നോക്കണ്ടി സമ്മറിൽ. അപ്പം പിന്നെ ഫ്രാങ്ക് കെസ്സി എപ്പോഴും സൗദിയിലാണ് കളിക്കുന്നത്, പക്ഷെ ഇപ്പോഴും ഒരു എലീറ്റ് ലെവൽ മിഡ്ഫീൽഡറാണ്. അപ്പം അവർക്ക് നല്ല സാധ്യതയുണ്ട്. ഒരു കോസ്റ്റ് സന്നാവൽസത്ത് ഫ്രാൻസിനെ തോൽപ്പിക്കുകയും ചെയ്തു. അവരൊരു ടീമാണ് ആഫ്രിക്കയിൽ നിന്ന്. ഏഷ്യയിൽ നിന്ന് എനിക്ക് ജപ്പാനെ പറ്റി വലിയ പ്രതീക്ഷയുണ്ട്. അവർ കഴിഞ്ഞ ലോകകപ്പിൽ കാണിച്ചു. അവർ കൂബോക്ക് ഇപ്പോൾ ഒരു പീക്കിൽ എത്തേണ്ട സമയമാണ്, 25 വയസ്സെന്ന് പറയുന്നത്. കൊളംബിയ, പോർച്ചുഗലിന്റെ ഗ്രൂപ്പിലുള്ള ഒരു ഹെവി വെയിറ്റ് പോരാട്ടായിരിക്കും. സൗത്ത് അമേരിക്കയിൽ നിന്ന് അങ്ങനെ 2-3 ടീമുണ്ട്, ബ്രസീലും അർജന്റീനയും കൂടാതെ. എക്വഡോർ നമ്മൾ പറഞ്ഞു, പാരഗ്വേ തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ 10 ഗോളൊക്കെ ക്വാളിഫയിങ്ങിൽ വഴങ്ങിയിട്ടുള്ളൂ. കൊളംബിയ പിന്നെ അവർ ഏറ്റവും മികച്ചൊരു അറ്റാക്കിംഗ് ടീമാണ്. സൗത്ത് അമേരിക്കയിലത്തെ കുറേ ടീം ഇപ്രാവശ്യം കുറച്ച് ഡിഫെൻസീവ് ആയിട്ടുള്ള മൈൻഡ്സ്. കൊളംബിയ അങ്ങനെയല്ല. ലൂയിസ് ഡിയാസ്. പിന്നീട് നമ്മൾ പറയേണ്ടത്, നമ്മൾ ഈ സാധാരണഗതിയിൽ ഈ ഉള്ളൊരു ഫോർമാറ്റ് അല്ലല്ലോ ഈ വർഷം. അതായത് സാധാരണ നേരിട്ട് പ്രീ ക്വാർട്ടർ ആണെങ്കിൽ റൗണ്ട് 32 ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടീമുകൾ കുറച്ചുകൂടി ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടും കൂടി ആയിരിക്കും കളിക്കുക. അതായത് അടുത്ത റൗണ്ടിൽ ഇന്ന ടീം വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതൊക്കെ കൂടി മുന്നിൽ കണ്ടിട്ടായിരിക്കും. പിന്നെ അതായത് പിന്നെ ഗ്രൂപ്പുകളിൽ നിന്ന് 12 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 2 ടീം ടോപ്പ് 2 എന്തായാലും കയറും. പിന്നെ 8 ടീമിനോടും ചാൻസ് ഉണ്ട്. അപ്പോൾ മികച്ച 3ാം സ്ഥാനക്കാരും മുന്നേറും. അപ്പോൾ എനിക്ക് തോന്നുന്നത് പരമാവധി ടീമുകൾ ചെയ്യുക, ഗോൾ കൺസീഡ് ചെയ്യുന്നത് കുറക്കാനാണ് നോക്കുക. കാരണം ഗോൾ ആവറേജ് ആണ് ഇത് തീരുമാനിക്കപ്പെടുക. അപ്പോൾ വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങിയ ടീം മാത്രമേ പുറത്തു പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ പരമാവധി ഗോൾ വഴങ്ങാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരിക്കും പല ടീമും. പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ ഡെത്ത് അങ്ങനെ പറയുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഗ്രൂപ്പ് ജേതാക്കളാവുന്നതും റണ്ണേഴ്സപ്പ് ആവുന്നതും ഭയങ്കര നിർണായകമാണ്. ഉദാഹരണമായിട്ട് ബ്രസീലിൻ്റെ ഗ്രൂപ്പിൽ റണ്ണേഴ്സപ്പ് ആവണമെങ്കിൽ റൗണ്ട് ഓഫ് 32 നെതർലൻഡ്സിനെയാണ് ഏറ്റുമുട്ടേണ്ടി വരിക. അതായത് ഒരു സെമി ഫൈനലിൽ ഏറ്റുമുട്ടേണ്ട ടീമിനെ നേരത്തെ കിട്ടും. ഇനി നെതർലൻഡ്സിൻ്റെ കാര്യമാണെങ്കിൽ ഗ്രൂപ്പ് ജേതാക്കളായാൽ മൊറോക്കോയെ കിട്ടും, അല്ലെങ്കിൽ ബ്രസീലിനെ കിട്ടും. 2 ടീമുകളിൽ കരുത്തരായ ടീമിനെ റൗണ്ട് ഓഫ് 32 അവിടെ കോച്ചസ് ടാക്ടിക്കലി കളിക്കുമെന്ന്. അങ്ങനെ നമ്മളങ്ങനെ ഒരു പ്രകടമായിട്ട് ഒരു യൂറോപ്യൻ ടീമിന് പലപ്പോഴും വേറൊരു യൂറോപ്യൻ ടീമിനെ കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പരസ്പരം കളി നന്നായി അറിയേണ്ടത് കാരണം. അപ്പോൾ അവരുടെ പ്രിഫറൻസ് ചിലപ്പോൾ ഒരു ആഫ്രിക്കൻ ടീമോ ഒരു സൗത്ത് അമേരിക്കൻ ടീമോ ഒക്കെ ആയിരിക്കും, വേറെ തന്നെ ഒരു ശൈലിയാവുമ്പോൾ.
അല്ലെങ്കിൽ സാറിന് കളി ഈ ഒരു 48 ടീമായിട്ട് വരുന്നതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? വിച്ച് ഇസ് ഗുഡ് ഓർ ബാഡ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ? ആകെപ്പാട് ഫുട്ബോളിന് നല്ലത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കുർസാവ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ ഇവരൊക്കെ വരുമ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളിൽ കുറേം കൂടി ഒരു ഇൻസ്പിറേഷൻ വരും കുട്ടികൾക്ക് കളിക്കാനൊക്കെ. പിന്നെ അത് കണ്ടിട്ട് ബാക്കി രാജ്യങ്ങൾ ഇപ്പോൾ ഹോപ്പ്ഫുള്ളി ഇന്ത്യയിൽ നിന്നൊക്കെ കുറേ പേര് ഇത് കണ്ടിട്ട് അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കുറേം കൂടി വൺ സൈഡഡ് മാച്ചസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കേപ്പ് വേർഡയുടെ ഗ്രൂപ്പ് സ്പെയിനെതിരെയൊക്കെ അതൊക്കെ നല്ല ടഫ് മാച്ചസ് ആയിരിക്കും അതൊക്കെ.